പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്. ബാറ്റ്സ്മാനെ പേടിപ്പെടുത്തുന്ന പേസും അലോസരപ്പെടുത്തുന്ന സ്വിംഗും കുഴക്കുന്ന റിവേഴ്സ് സ്വിംഗും ചതിയിൽപ്പെടുത്തുന്ന വേരിയേഷനുമെല്ലാം കൈമുതലായി കിട്ടിയ ഒരു ബൗളർ ഉമർ ഗുൽ എന്ന പേരിൽ പാകിസ്ഥാന്റെ പച്ചക്കുപ്പായത്തിൽ 2011 ലോകകപ്പിൽ അദ്ദേഹം അവതരിക്കുന്നു. ഇമ്രാനും അക്രവും വക്കാറും കാത്തുസൂക്ഷിച്ച പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളിംഗിന്റെ പോരാട്ടവീര്യം നിറഞ്ഞ പാരമ്പര്യത്തെ അയാൾ ഇറുകെ പുണരുന്നത് കണ്ട ആരാധകർ മറ്റൊരു 92 അയാളിലൂടെ സ്വപ്നം കാണുകയായിരുന്നു. അയാളിലൂടെ ഓസ്ട്രേലിയയെയും ന്യൂസിലാൻഡിനെയും വിൻഡീസിനെയും എല്ലാം ചവിട്ടി മിതിച്ചുകൊണ്ട് സെമിയിലേക്ക് കുതിച്ചെത്തുന്ന പാകിസ്ഥാൻ, അവർക്ക് ശ്രീലങ്കയുമായുള്ള ഫൈനൽ കളിക്കുവാനായി മുന്നിൽ ഒരേ ഒരു തടസ്സം മാത്രം: ഇന്ത്യ. നിർണായക മത്സരങ്ങളിലെല്ലാം പേസ് ബൗളിംഗിന് മുന്നിൽ പതറുന്ന ദുശ്ശീലമുള്ള ഇന്ത്യ ഇക്കുറി തങ്ങളുടെ പുത്തൻ ബൗളിംഗ് പ്രതിഭാസത്തിന് മുന്നിൽ വീണുപോകും എന്നവർ കണക്കുകൂട്ടിയിരുന്നു. അവർക്ക് പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശനവും തങ്ങളുടെ ഹീറോയുടെ പ്രകടനവും കാണുവാനായി പച്ചക്കുപ്പായക്കാർ കൂട്ടത്തോടെ ആ മാർച്ച് 30 മൊഹാലിയിലേക്ക് കണ്ണുകൾ നട്ടിരിക്കുകയാണ്. ഒരു ബൗണ്ടറി വഴങ്ങിയെങ്കിലും ബാറ്റ്സ്മാനെ ബീറ്റൻ ചെയ്തു പോയ 5 പന്തുകൾ എറിഞ്ഞുകൊണ്ട് ബാറ്റ്സ്മാനുമേൽ പൂർണ്ണമായും മാനസികാധിപത്യം നേടിയ ആ ബൗളർ തന്റെ രണ്ടാമത്തെ ഓവറിനായി തയ്യാറെടുക്കുന്നു. ആദ്യ പന്ത് എറിയുന്നതിന് മുമ്പ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് 10ാം നമ്പർ ജേഴ്സി ധരിച്ച അയാളുടെ പാർട്ട്ണർ സ്ട്രൈക്കിംഗ് ബാറ്റ്സ്മാനോട് ഉപദേശരൂപേണ പറയുകയാണ്: ലോകകപ്പിന്റെ സെമി ഫൈനലാണ്, ക്രൂഷ്യൽ ഗെയിമാണ്. ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് നീ നിന്റെ സ്വാഭാവിക കളി കളിക്കാതിരിക്കരുത്. നീ നിന്റെ ശൈലിയിൽ കളിക്കുക, നിന്റെ ഗെയിം നീ എൻജോയ് ചെയ്യുക. കുട്ടിക്കാലം മുതലേ ഗുരുവായി കാണുന്ന ആ മനുഷ്യന്റെ വാക്കുകൾക്ക് മുന്നിൽ തലയാട്ടി നിന്നുകൊണ്ട് പതിയെ ക്രീസിലേക്ക് നടന്നെത്തി ഹെൽമെറ്റ് ഒന്ന് ഊരി തലയിലെ ടവൽ കൊണ്ടുള്ള കെട്ടൊന്ന് മുറുക്കെ കെട്ടി ഗ്ലൗ ഒന്ന് ഊരി ഉറപ്പിച്ച് ഫീൽഡിംഗ് പൊസിഷൻസ് ഒക്കെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് ലെഗ് സ്റ്റംപ് ഗാർഡ് എടുക്കുന്ന അയാൾ, ലെഗ് സ്റ്റംപിനെ ലക്ഷ്യം വെച്ച് വന്ന അയാളുടെ ആദ്യ പന്തിനെ ഒരു ഫ്ലിക്കിലൂടെ മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറി കടത്തിക്കൊണ്ട് ബൗളർക്ക് വെൽക്കം ബാക്ക് വിഷ് നൽകുന്ന അയാൾ, ബാറ്റ്സ്മാനെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി എറിഞ്ഞ സ്ട്രൈറ്റ് ഡെലിവറിക്കും ആദ്യ പന്തിനെ പോലെ മിഡ് വിക്കറ്റിലൂടെ ഒഴുകിപ്പോകുവാനായിരുന്നു വിധി. പേസിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ട് സ്വിംഗ് ചെയ്തു വന്ന 4ാം പന്തിനെ മറ്റൊരു ഫ്ലിക്ക് കൊണ്ട് സ്ക്വയർ ലെഗിലൂടെ വീണ്ടും ബൗണ്ടറിയിലേക്ക് ശിക്ഷിക്കുന്ന അയാൾ, ഓഫ് സ്റ്റംപിന് പുറത്ത് സ്ലോ ആയി പിച്ച് ചെയ്ത് 5ാം പന്ത് ഒരു കട്ട് ഷോട്ടിലൂടെ വീണ്ടും ബൗണ്ടറിയിലേക്ക്, ഓഫിൽ ഫുൾ ലെങ്തിൽ പിച്ച് ചെയ്ത 6ാം പന്തും എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറി കടന്നപ്പോൾ പാകിസ്ഥാന്റെ കിരീടമോഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്വപ്നവും കണ്ട് മൊഹാലിയിലേക്ക് വണ്ടി കയറിയ ആ പോരാളിയായ ബൗളറും അയാളുടെ ടീമും ആ ടീമിന്റെ ആരാധകരും അന്ന് ഒരിക്കൽ കൂടി ആ ബാറ്റ്സ്മാനിന് മുന്നിൽ തോറ്റുപോവുകയായിരുന്നു. ഒരു ഓവറിൽ 5 ബൗണ്ടറി വഴങ്ങി മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയതിനാൽ പിന്നീടുള്ള ഓവറുകളും ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്യാനാകാതെ എറിഞ്ഞ 8 ഓവറിൽ വിക്കറ്റൊന്നുമില്ലാതെ 69 റൺസ് നൽകി ആ ലോകകപ്പിലെ അയാളുടെ ഏറ്റവും മോശം സ്പെല്ല് എറിഞ്ഞു തീർത്ത് അയാൾ നിരാശയോടെ തിരിഞ്ഞു നടക്കുമ്പോൾ 2004 മുൾട്ടൻ അന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാനി ആരാധകർ അയാളോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു: വിഷമിക്കരുത് ഗുൽ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങൾ നന്നായി തന്നെയാണ് ബോൾ എറിഞ്ഞത്. പക്ഷെ അപ്പുറത്തെ വശത്ത് അയാളായിപ്പോയി. 2004 നമ്മുടെ മണ്ണിൽ വന്ന് നമ്മുടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ബോളർമാരെ തല്ലിച്ചതച്ച അതേ മനുഷ്യൻ, നമ്മുടെ പത്രങ്ങൾ വരെ സുൽത്താൻ ഓഫ് മുൾട്ടാൻ എന്ന് വിശേഷിപ്പിച്ച മനുഷ്യൻ, അതെ സേവാഗ്. എന്തൊരു മനുഷ്യനായിരുന്നു നിങ്ങൾ! വീരൻ, വീരേന്ദർ സേവാഗ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, ഏത് ബോളർക്കും പേടി സ്വപ്നമായ വീരേന്ദർ സേവാഗ്. തന്റെ ഗുരുവായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറുടെ വാക്കുകളാണ് ജേഴ്സി 10ാം നമ്പറിൽ അണിഞ്ഞ ആ ബാറ്റ്സ്മാൻ പറഞ്ഞ വാക്കുകൾ. നീ നിന്റെ സ്വതസിദ്ധമായ ശൈലി ഉപയോഗിക്കുക, നീ നിന്റെ ക്രിക്കറ്റിനെ എൻജോയ് ചെയ്യുക. അക്ഷരാർത്ഥത്തിൽ ഗുരു പറഞ്ഞ വാക്കുകൾ കേട്ട ബാറ്റ്സ്മാൻ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ ബാറ്റ്സ്മാൻ വീരേന്ദർ സേവാഗ്. അദ്ദേഹത്തിന്റെ ആ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാൻ കത്തിച്ചാമ്പലായത്. ഇങ്ങനെയല്ലാതെ ഒരു ബാറ്റ്സ്മാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അയാൾ വീരേന്ദർ സേവാഗ് ആയിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും വീരുവായിരുന്നു. ഏത് തീപ്പന്ത് പന്തിനെയും അതേ ദിശയിൽ അതേ വേഗതയിൽ ബൗണ്ടറിയിലേക്ക് പായിച്ച ധീരനായ ബാറ്റ്സ്മാൻ. സെഞ്ചുറികൾക്ക് പോലും സിക്സറുകളുടെയും 4കളുടെയും അകമ്പടിയോടെ സെഞ്ചുറികൾ തീർത്തവൻ, ഭയമില്ലാത്ത ബാറ്റ്സ്മാൻ, ദ മോസ്റ്റ് ഫിയർലെസ് ബാറ്റ്സ്മാൻ വീരേന്ദർ സേവാഗ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.